എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ തന്ന് ഉദ്യോഗാർത്ഥികളെ വലയ്ക്കാം എന്നുള്ളതാണ് PSC ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ എങ്ങനെയൊക്കെ PSC ചോദ്യങ്ങൾ ഇട്ടാലും നല്ല രീതിയിൽ മാർക്ക് വാങ്ങി മുന്നിലേക്ക് വരണം എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ വെച്ച് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 5 വരെ ആയിരുന്നു പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഓർമ്മിച്ചു വെക്കുക, ന്യൂഡൽഹി. രണ്ടാമത്തെ ചോദ്യം, നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ഏത് രാജ്യത്താണ്? ചൈന. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ചൈനയിൽ വെച്ചാണ്. യാത്രക്കാരെയും കൊണ്ട് സഞ്ചരിച്ച ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനമേത്? അലിയ CX-300 ആണ് യാത്രക്കാരെയും കൊണ്ട് സഞ്ചരിച്ച ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം. അടുത്തത്, ക്രിക്കറ്റിൽ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? സ്മൃതി മന്ദാന. ക്രിക്കറ്റിൽ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാനയാണ്. അടുത്തത്, 17ാം ബ്രിക്സ് ഉച്ചകോടി 2025 നടന്നത് ഏത് നഗരത്തിൽ വെച്ചാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് 17ാം ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം തുടർച്ചയായി പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചവരിൽ എത്രാമത്തെ സ്ഥാനമാണ് നരേന്ദ്രമോദി നേടിയത്? 2ാം സ്ഥാനം. 1ാം സ്ഥാനത്ത് നെഹ്റു ആണ്. 2ാം സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്നാണ് മോദി 2ാം സ്ഥാനത്ത് എത്തിയത്. അടുത്ത ചോദ്യം, 2025 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം ഏത്? മിഷൻ സുദർശൻ ചക്രയാണ് 2025 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പരാമർശിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം, മിഷൻ സുദർശൻ ചക്ര. അടുത്ത ചോദ്യം, GST നിരക്ക് പരിഷ്കരണത്തെ തുടർന്ന് ആഡംബര വസ്തുക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ലാബ് എത്ര ശതമാനമാണ്? 40%. 40% GST ആണ് ആഡംബര വസ്തുക്കൾക്ക് ചുമത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ? 17ാമത്തെ. ഇന്ത്യയുടെ 17ാമത്തെ ഉപരാഷ്ട്രപതിയായാണ് CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, അർബുദത്തെ പ്രതിരോധിക്കുന്ന എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം? റഷ്യയാണ്. അർബുദത്തെ പ്രതിരോധിക്കുന്ന എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ചത് റഷ്യ. അടുത്ത ചോദ്യം, നേപ്പാളിലെ ജൻസി വിപ്ലവത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു? സോഷ്യൽ മീഡിയ നിരോധനം. സോഷ്യൽ മീഡിയ നിരോധനമാണ് ജൻസി വിപ്ലവത്തിന്റെ പെട്ടെന്നുള്ള കാരണം. അടുത്ത ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്ത സലാർ ജംഗ് മ്യൂസിയം എവിടെയാണ്? ഹൈദരാബാദ്. അടുത്തത്, ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യൻ ടീം ഏത്? എസ്തോണിയ. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യൻ ടീം എസ്തോണിയ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ സ്റ്റേയ്ഡ് പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ സ്റ്റേയ്ഡ് പാലമായിട്ടുള്ള സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ജസീന്ത കല്യാൺ ഏതു നിലയിലാണ് പ്രശസ്തി നേടിയത്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആണ് ജസീന്ത കല്യാൺ. അടുത്ത ചോദ്യം, പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ, പൊതു USB പോർട്ടുകൾ എന്നിവ വഴി മാൽവെയറുകൾ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ നിന്നും വിവരങ്ങൾ മോഷ്ടിക്കുന്ന സൈബർ അറ്റാക്കിന് നൽകിയിരിക്കുന്ന പേരെന്ത്? ജ്യൂസ് ജാക്കിംഗ്. ജ്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്നത് പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ, പൊതു USB പോർട്ടുകൾ എന്നിവ വഴി മാൽവെയറുകൾ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ നിന്ന് വിവരങ്ങൾ മോഷ്ടിക്കുന്ന സൈബർ അറ്റാക്കാണ്. അടുത്ത ചോദ്യം, ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ആളുകൾക്ക് ലഭ്യമാക്കാവുന്ന മരുന്നുകളെ പറ്റി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത്? അതുൽ ഗോയൽ കമ്മിറ്റിയാണ്
അതുൽ ഗോയൽ കമ്മിറ്റിയാണ് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭ്യമാക്കാവുന്ന മരുന്നുകളെ പറ്റി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. അടുത്ത ചോദ്യം, ഹിന്ദിയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഏത് ഗൾഫ് രാജ്യമാണ്? കുവൈത്ത്. കുവൈത്താണ് ഹിന്ദിയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച രാജ്യം. അടുത്ത ചോദ്യം, വ്യോമസേന പരീക്ഷിച്ച ലോകത്തിലെ ആദ്യത്തെ എയർ ലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഭീഷ്മ. വ്യോമസേന പരീക്ഷിച്ച ലോകത്തിലെ ആദ്യത്തെ എയർ ലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രി ഭീഷ്മ. അടുത്ത ചോദ്യം, യുനെസ്കോ 2024 മെയ്യിൽ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അർത്ഥശാസ്ത്രം. യുനെസ്കോ 2024 മെയ് മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കൃതികളിൽ ഉൾപ്പെടാത്തത് അർത്ഥശാസ്ത്രമാണ്. അപ്പോൾ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ്? രാമചരിതമാനസം, പഞ്ചതന്ത്രം കഥകൾ, സഹൃദയ ലോകാലോചന. അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യനാണ്. അടുത്ത ചോദ്യം, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്കായി ഇന്ത്യയുടെ UPI സംവിധാനം സ്വീകരിച്ച ആദ്യത്തെ ദക്ഷിണ അമേരിക്കൻ രാജ്യം? പെറു. പെറു ആണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്വീകരിച്ച ആദ്യത്തെ ദക്ഷിണ അമേരിക്കൻ രാജ്യം. അടുത്ത ചോദ്യം, വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി പദവി നൽകിയ ഇന്ത്യയിലെ നഗരമേത്? വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി പദവി നൽകിയ ഇന്ത്യയിലെ നഗരം ശ്രീനഗർ. ശ്രീനഗറിനാണ് ക്രാഫ്റ്റ് സിറ്റി പദവി ലഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേര് ദേവിക. അടുത്ത ചോദ്യം, കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയായ ബോംബുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ പ്രതിരോധ സംവിധാനമാണ് മാരിച്ച്. മാരിച്ച് എന്ന് പറയുന്നത് കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയായ ബോംബുകളെ നിർവീര്യമാക്കുന്ന സംവിധാനമാണ്. അടുത്ത ചോദ്യം, സ്ത്രീ സുരക്ഷ ശക്തമാക്കാനുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സംവിധാനം? മേരി സഹേലി. മേരി സഹേലിയാണ് സ്ത്രീ സുരക്ഷ ശക്തമാക്കാനുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സംരംഭം. അടുത്തത്, യുനെസ്കോയിൽ നിന്ന് പുറത്തുപോയ രാജ്യം? USA. അടുത്തത്, ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇബ്ക എന്ന സംഘടനയുടെ ലക്ഷ്യം ഏതിനം ജീവികളുടെ സംരക്ഷണമാണ്? ഇബ്ക. ഇബ്ക എന്ന് പറയുന്നത് മാർജാര വർഗത്തിലെ 7 ഇനം വലിയ ജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇബ്ക എന്ന് പറയുന്ന സംഘടന ആരംഭിച്ചത്. അടുത്ത ചോദ്യം, പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് ലക്ഷദ്വീപിലെ ഏത് ദ്വീപാണ്? ബിത്ര ദ്വീപ്. ബിത്ര ദ്വീപാണ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാരിന് കൈമാറുന്ന ലക്ഷദ്വീപിലെ ദ്വീപ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാടെക് ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? അസം. അസം സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാടെക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്